ഇപ്പോൾ കൽപ്പറ്റയിൽ അവലോകന യോഗം നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൽപ്പറ്റ കളക്ടറേറ്റിലാണ് പ്രധാനമന്ത്രി സന്നിഹിതനായിരിക്കുന്ന ഈ അവലോകന യോഗം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് കേരളത്തെ സംബന്ധിച്ച് ഈ യോഗം. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങൾ അതിലുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ADGP അജിത് കുമാർ ഉണ്ട്, DGP ദർവേഷ് സാഹിബ് ഉണ്ട്. ഇവരെല്ലാം കാണാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട MLA സിദ്ദിഖിനെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടക്കുന്നത്. ഈ യോഗത്തിൽ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ കേരളം അവതരിപ്പിക്കും. എന്താണ് വയനാടുമായി ബന്ധപ്പെട്ട ഈ ദുരന്തമുഖത്ത് നിന്ന് ഉള്ളത്, അതിൻ്റെ യഥാർത്ഥ സ്ഥിതി, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഘാതം, ഇതെല്ലാം പ്രധാനമന്ത്രിയെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി വേണു ധരിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണുന്നത്. അല്പം മുൻപാണ് ഈ വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കണ്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തിയത്. അവിടെ ഇപ്പോൾ അവലോകന യോഗം പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ ഷെഡ്യൂളൊക്കെ മാറി അതിൽ നിന്നൊക്കെ വൈകിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു കൽപ്പറ്റയിൽ ഈ അവലോകന യോഗത്തിൽ മോദി പങ്കെടുക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ പിന്നീട് ഈ ഷെഡ്യൂളൊക്കെ മാറി മറിഞ്ഞുവെങ്കിലും കൽപ്പറ്റയിൽ അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗം കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കേരളത്തിൻ്റെ നഷ്ടങ്ങൾ എത്ര, നമുക്ക് നികത്താൻ കഴിയാത്ത നഷ്ടങ്ങളുണ്ട്. അങ്ങനെയല്ലാതെ കേന്ദ്ര സഹായം എത്രത്തോളം കേരളം ആവശ്യപ്പെടുന്നു, കേരളം ഈ വയനാട്ടിൻ്റെ ദുരന്ത ചിത്രം എന്ത് എന്ന് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നു. ആ മണിക്കൂറിലേക്കാണ് നാം ഇപ്പോൾ കടക്കുന്നത്. പ്രധാനമന്ത്രി അത് സശ്രദ്ധം കേൾക്കുകയാണ്. ഇതിനുശേഷം പ്രധാനമന്ത്രി പ്രതികരിക്കാൻ സാധ്യത വളരെ പരിമിതമാണ്. നേരത്തെ സുർജിത്തും അത് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ കൽപ്പറ്റയിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം അദ്ദേഹം ട്വീറ്റ് ചെയ്യും എന്തെങ്കിലും എന്നാണ്. നമുക്കത് ശ്രദ്ധയോടെ കാത്തിരിക്കാം. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട് കളക്ടറേറ്റിന് മുന്നിൽ നിന്ന്. സുർജിത്ത്, എങ്ങനെ യോഗം പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ? ഈ യോഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ചിത്രം, അതായത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് കൃത്യമായ ഒരു ചിത്രമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുൻപാകെ ഉദ്യോഗസ്ഥ സംഘം അവതരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി വേണുവാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാറിൻ്റെ ദൃശ്യത്തിൽ കാണാം. മന്ത്രിമാരുണ്ട്, T സിദ്ദിഖ് MLA കാണാം, OR കേളു മന്ത്രി, അതോടൊപ്പം തന്നെ മറ്റ് K രാജൻ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ആ യോഗത്തിൽ വ്യക്തമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രൂപരേഖ തയ്യാറാക്കിയ ശേഷം എന്ത് നടപടിയിലേക്ക് കടക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പിന്തുണ ഈ സമയത്ത് ആവശ്യപ്പെടുന്നുണ്ട് കേരളം. ആ സാമ്പത്തിക പിന്തുണയിലേക്ക് എത്തുന്ന തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആ യോഗത്തിൽ സംബന്ധിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യോഗത്തിൽ സംബന്ധിക്കുന്നു. വിശദമായ രീതിയിൽ തന്നെ അദ്ദേഹം നടന്നു കണ്ടതിൻ്റെ, അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ, അദ്ദേഹം അവിടെ സാന്നിധ്യം അറിയിച്ചതിൻ്റെ എല്ലാം തന്നെ ഒരു പരിണിതമായ ചിത്രം, പരിണിത ഫലം ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ആ സംസ്ഥാനം ആവശ്യപ്പെടുന്ന 2000 കോടിയുടെ സഹായമാണ് നിലവിൽ ഇന്നലെ കേന്ദ്ര സംഘത്തിന് മുമ്പാകെ മുന്നോട്ട് വെച്ചത്. കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപെടൽ, സാമ്പത്തിക പിന്തുണ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വലിയ രീതിയിൽ ആ പ്രദേശത്തെ, തുടച്ചു നീക്കപ്പെട്ട പ്രദേശത്തെ പുനരധിവസിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമുണ്ട്. ഇനിയും അപകട മേഖലകൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള അപകട മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യം സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അത് ഒറ്റയടിക്ക് സാധ്യമാകുന്ന ഒന്നല്ല. അതിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത്തരത്തിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു യോഗമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ അതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടാകും. കേന്ദ്രത്തിൻ്റെ പിന്തുണ സംസ്ഥാനത്തിന് ലഭിക്കും. സ്വാഭാവികമായും അത് വയനാടിനെ കൈപ്പിടിച്ച് ഉയർത്തുന്ന വിധത്തിലേക്ക്, ഈ ദുരന്തബാധിതരെ സഹായിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സക്രിയമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനുശേഷം ഈ കണ്ട അനുഭവങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ ഒരു എക്സിൽ കുറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ അനുഭവങ്ങളെ മുൻനിർത്തി തന്നെ പ്രധാനമന്ത്രി അത്തരത്തിലൊരു പാക്കേജ് സംസ്ഥാനത്തിന് വേണ്ടി പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഒരുപക്ഷെ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അത്ര വലിയ രീതിയിലുള്ള ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. മറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപെടൽ, സാമ്പത്തിക സഹായം, ആ ഒരു പിന്തുണ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഉറ്റുനോക്കുന്നത്. എന്താണ് ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്.
അത്തരത്തിലൊരു സന്ദർഭമാണിത്. അവലോകന യോഗത്തിൻ്റെ ആ അവലോകന യോഗത്തിൽ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടടുത്ത് തന്നെ, പ്രധാനമന്ത്രി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മറ്റ് മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളുണ്ട്. ഇവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദവും പോലീസ് തലപ്പത്തെ മേധാവി ഉൾപ്പെടെ പോലീസ് മേധാവിയും അതോടൊപ്പം ജില്ലാ കളക്ടറും അടക്കമുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അഭിപ്രായം ആരായും ആ അഭിപ്രായത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ ഒരു പ്രഖ്യാപനത്തോടെ എന്താണ് ഇനി വയനാടിൻ്റെ ഭാവി എന്നുള്ളത്, അത് കേന്ദ്ര സർക്കാർ വയനാടിൻ്റെ ഭാവിക്ക് ഫലപ്രദമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, അത്തരത്തിലൊരു സാമ്പത്തിക പിന്തുണയുടെ പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ഏവരും. വേണു, വിജയകുമാർ. സുർജിത്ത് തുടരുക. സുർജിത്ത് ഇപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം തന്നെയാണ്. വയനാടിന്റെ ഭാവി എന്തെന്ന് നിർണ്ണയിക്കുന്ന യോഗമാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ കളക്ടറേറ്റിന്റെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. കേരള ഭരണ സംവിധാനത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നരേന്ദ്രമോദിക്ക് മുന്നിലുള്ളത്. മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, അതുപോലെ തന്നെ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാവരും പ്രധാനമന്ത്രിയെ വയനാട് ഏൽപ്പിച്ച ആഘാതം എത്രത്തോളം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വി വേണുവാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകൾ പൂർണ്ണമായും ഇല്ലാതായൊരു ദുരന്തത്തിന്റെ മുന്നിലാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിന് ഇപ്പോൾ വേണ്ടത് വയനാടിനെ വീണ്ടെടുക്കലാണ്. അതിനു വേണ്ടത് കേന്ദ്രത്തിന്റെ സഹായമാണ്. അതൊരു ഔദാര്യമല്ല, കേരളത്തിന്റെ അവകാശമാണ്. അത് നേടിയെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് കേരള ഭരണ സംവിധാനത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇപ്പോൾ ഈ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നിരിക്കുന്നത്, പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്ത്, പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഏജൻസികൾ, അതുപോലെ തന്നെ ദൂരദർശൻ, ഇവയിലൂടെയൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. ഈ ദുരന്തബാധിതരെ കാണുന്നു, അവരെല്ലാം ആശ്വസിപ്പിക്കുന്നു, കൂടെയുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ വൈകാരിക മൂല്യമുള്ള ഈ ദൃശ്യങ്ങളെല്ലാം പിന്നീട് നമ്മുടെയൊക്കെ കൈവശമുണ്ട്. ഇനി ഇതിനുശേഷം ഇത്രയും സൗഹാർദ്ദത്തോടെയും ഇത്രയും ഊഷ്മളതയോടെയും കേരളത്തെയും വയനാടിനെയും ചേർത്ത് പിടിക്കുമോ പ്രധാനമന്ത്രി എന്നതാണ് അറിയേണ്ടത്. ആ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ പ്രതിസ്ഥാനത്ത് പ്രധാനമന്ത്രി തന്നെ എന്നതിൻ്റെ തെളിവുകൾ കൂടിയാകില്ലേ ഈ ദൃശ്യങ്ങൾ? തീർച്ചയായും വേണു, ഇതിൽ ഒരു നയപരമായ തീരുമാനമാണ് വേണ്ടത്. ഇതൊരു അതിതീവ്ര ദുരന്തമാണ്, ഒരു സാധാരണ ദുരന്തമല്ല. ഇത്രയ്ക്കധികം മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ച ഒരു വലിയ ദുരന്തം, മഹാദുരന്തം എന്ന് വിശേഷിപ്പിക്കാം. അത്തരത്തിലൊരു ദുരന്തത്തിൻ്റെ പട്ടികയിലാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. മരണവ്യാപ്തി അത്രമാത്രമുണ്ട്. 500ലേക്ക് മരണസംഖ്യ എത്തുന്ന തരത്തിലേക്ക് പലരും ഇപ്പോൾ കാണാനില്ല. അത്രയും അധികം വലിയ മരണം നടന്ന മറ്റൊരു ദുരന്തം, അതൊരു വലിയ മഹാദുരന്തം എന്നുള്ള പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം. 600-ലധികം വീടുകൾക്ക് പൂർണ്ണമായ നാശം സംഭവിച്ച ഒരു മഹാദുരന്തം. ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒരു നിലപാട് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പിന്തുണ ആർജിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാനം ഈ വിഷയം പൂർണ്ണമായും അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകും. അങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൽ എത്രമാത്രം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ട ആളാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. അദ്ദേഹം ആദ്യം ആകാശ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഹെലികോപ്റ്റർ മാർഗം ആ മേഖലയിലൂടെ എല്ലാം തന്നെ ദുരന്തബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ കണ്ട ശേഷമാണ് അദ്ദേഹം നേരിട്ട് കാർ മാർഗം ഈ പ്രദേശത്തേക്ക് എത്തി ആ ചൂരൽമല ഭാഗത്ത് ഏറെ സമയം ചിലവഴിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അത്തരത്തിൽ സ്വാഭാവികമായും വലിയൊരു സാമ്പത്തിക പിന്തുണ ആർജിക്കേണ്ട ഒരു ഘട്ടമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച്. കാരണം ഇതൊരു പുനരുജ്ജീവനമാണ്, ഇതൊരു ജീവൻ ടോണാണ്. തിരിച്ച് പിടിക്കേണ്ട തിരിച്ച് ഈ നാടിനെ പിടിക്കേണ്ട ഒരു ദൗത്യമാണ്. അതിന് ഒറ്റയ്ക്ക് കഴിയുകയില്ല. ഒരിക്കലും സംസ്ഥാന സർക്കാരിന് പ്രാപ്തമാകുന്ന ഒരു തുകയല്ല വേണ്ടത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെയാകും, എത്രമാത്രം കരുത്തുറ്റ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ സംസ്ഥാനത്തിന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ആ ഒരു സഹായം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനമായി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് 2000 കോടി രൂപയുടെ സഹായം വേണമെന്നുള്ള ആവശ്യമാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഉന്നയിക്കപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക്, അത് അത്തരത്തിൽ അതിതീവ്ര ദുരന്തത്തിൻ്റെ പട്ടികയിലേക്ക് ഈ മഹാദുരന്തത്തെ കേന്ദ്ര സർക്കാർ കാണുമോ, കേന്ദ്രം സംസ്ഥാനത്തെ ചേർത്ത് പിടിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്.
എന്തായാലും അത്തരത്തിലൊരു നിലപാട് പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയ ശേഷം പ്രഖ്യാപിക്കും ഡൽഹിയിൽ വെച്ച് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇനി മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണം ഈ അവലോകന യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റ് മന്ത്രിമാർ, മന്ത്രിസഭയിലെ ഉപസമിതി അംഗങ്ങൾ അവർ ഏറെ ദിവസമായി ഇവിടെയുണ്ട്. ഈ മഹാദുരന്തത്തിന് പിന്നാലെ തന്നെ ഇവിടെ എത്തിയ ആളാണ് റവന്യൂ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ, അതോടൊപ്പം തന്നെ മന്ത്രി ഒ ആർ കേളു ഇവിടെ തന്നെയുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ നാടിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ശരി സുർജിത്ത്, സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലായാലും പുറത്തായാലും കേന്ദ്ര സംഘം എത്തുക, പലപ്പോഴും ഉദ്യോഗസ്ഥരാണ് വരിക, അങ്ങനെ വന്ന് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് പരിശോധിക്കുക, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകുക, അതിനനുസരിച്ചുള്ള സഹായധനം അവിടെ നിന്ന് വരിക. ഇതാണ് കണ്ടുവരുന്ന രീതി. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘം വന്നെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയാണ്, ദുരന്ത സ്ഥലത്ത് അതിൻ്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കുകയാണ്, ഉദ്യോഗസ്ഥർ നേരിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്, അത് തന്നെ സമഗ്രമായ ഒരു റിപ്പോർട്ടായി തന്നെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ട അന്തിമ വാക്ക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടേതാണ്. പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അദ്ദേഹം ഈ അതിജീവിച്ചവരെ കാണുമ്പോഴുള്ള ശരീരഭാഷ, പ്രതികരണ രീതി ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. പിന്നെ കണക്കുകളിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മാത്രം മുഖം തിരിച്ചുള്ളൊരു പതിവ് നിലപാട് അത് കേന്ദ്രത്തിൽ നിന്ന് ഇത്തവണ ഉണ്ടാകില്ല എന്ന് കരുതാമോ? അങ്ങനെ തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായാണ് ഉദ്യോഗസ്ഥ സംഘം സാധാരണ ഇത്തരം ദുരന്ത ഘട്ടങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സംഘം എത്തി വിലയിരുത്തി മടങ്ങാറുണ്ട്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ ഇതുവരെ എത്ര സമയം വൈകിയിട്ടും അദ്ദേഹം ഈ ദുരന്ത വ്യാപ്തി ഉൾക്കൊണ്ട് തന്നെയാണ് ഈ അവലോകന യോഗത്തിൻ്റെ ഭാഗമാവുന്നത്. മറിച്ചൊരു സമീപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലൊരു സമീപനം, ഇടപെടൽ, അതായത് അത്രമാത്രം ചേർത്ത് പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ ദുരന്ത മേഖലയെ കണ്ടാൽ തന്നെ അത് ബോധ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ചൂരൽമല പ്രദേശത്ത് നടന്നു കണ്ടു, ബെയിലി പാലത്തിന് സമീപം നടന്ന ഉരുൾപൊട്ടലിൻ്റെ മേഖലയെല്ലാം തന്നെ നടന്നു കണ്ടു. മാത്രമല്ല ഇതിൻ്റെ ആകാശ ദൃശ്യം പൂർണ്ണമായും അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം എങ്ങനെയാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കി വെള്ളാർമല സ്കൂളിൽ നേരിട്ടെത്തി. വെള്ളാർമല സ്കൂളിൻ്റെ തകർന്ന ശേഷിക്കുന്ന കെട്ടിടങ്ങൾ കണ്ടു. അതെല്ലാം നേരിട്ട് കണ്ട ശേഷമാണ് അദ്ദേഹം ക്യാമ്പുകളിലേക്ക് എത്തിയത്. ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ അദ്ദേഹം ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം വിംസ് ആശുപത്രിയിലേക്ക് എത്തി. വിംസ് ആശുപത്രിയിൽ ആളുകളെ ആശ്വസിപ്പിക്കുന്ന നിലപാടിലേക്ക് എത്തി. നേരത്തെ 4 പേരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞു. 25 പേരുള്ള വാർഡിലാണ് അദ്ദേഹം എത്തിയത്. അവിടെ എല്ലാവരെയും കണ്ടു, നടന്നു കണ്ട് കാര്യങ്ങൾ ആരാഞ്ഞു, അവർക്ക് മാനസികമായ പിന്തുണ നൽകി, കരുത്തു നൽകി. അത്തരത്തിലുള്ള കരുത്തു നൽകിയ ശേഷമാണ് ഇപ്പോൾ നിലവിൽ അവലോകന യോഗത്തിൻ്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി കളക്ടറേറ്റിലേക്ക് എത്തി. ആ യോഗം പുരോഗമിക്കുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്. ഇവരെല്ലാം തന്നെ വിശദമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം സ്വാഭാവികമായും ഒന്നുകൂടി ബോധ്യപ്പെടുത്തും. ആ പ്രസൻറ്റേഷനിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഈ മഹാദുരന്തത്തെ മറികടക്കാൻ ഇനി ഈ അവലോകന യോഗത്തിന് ശേഷം എന്ത് തരത്തിലുള്ള പാക്കേജ്, ഈ വലിയ മുറിവ് വയനാടിനുണ്ടായിട്ടുണ്ട്, ആ മുറിവിൽ കേന്ദ്ര സർക്കാർ പുരട്ടുന്ന ലേപനം എന്താകും എന്ന് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക സഹായം തന്നെയാണ് വേണമെന്നുള്ളതാണ് ആവശ്യമായി സംസ്ഥാനം ഉന്നയിക്കുന്നത്. ഇന്നലെ തന്നെ എത്തിയ കേന്ദ്ര സംഘത്തിന് മുമ്പാകെ മന്ത്രിതല സംഘം ചർച്ച നടത്തി, ഉദ്യോഗസ്ഥതല ചർച്ചയും നടന്നു. ആ ചർച്ചയിലെല്ലാം തന്നെ 2000 കോടി രൂപയെങ്കിലും ധനസഹായമായി നൽകണം. ഇത് അതിതീവ്ര ദുരന്ത പട്ടികയിലേക്ക് ഈ ദുരന്തത്തെ കാണണം. അതത്രമാത്രം ഗൗരവമുള്ള ദുരന്തമാണ്. ആ ദുരന്തത്തെ ആ നിലയിൽ തന്നെ കാണണം. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥതല സംഘം സന്ദർശിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ ഇവിടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ളവർ എത്തുന്നു. അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം, നേരിട്ട് തന്നെ ഈ ഒരു ഗൗരവം വിലയിരുത്തുന്ന സാഹചര്യം. നിരവധി മനുഷ്യരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്, അവർക്കായി ടൗൺഷിപ്പ് ഒരുക്കേണ്ടതുണ്ട്, അപകട മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഇനിയും ഒരു മഹാദുരന്തത്തെ നേരിടാൻ വയനാട് ഉണ്ടാകരുതെന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകടകരമായ മേഖലയിൽ നിന്നെല്ലാം തന്നെ പുനരധിവാസം സാധ്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പുനരധിവാസം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യത്തിലേക്ക്, ഒപ്പം തന്നെ ഈ ആളുകളുടെ കടം ഉൾപ്പെടെ, വലിയ വായ്പയെടുത്തും കടം വാങ്ങിയും ഉൾപ്പെടെ ലോണടക്കം അടവുള്ള ആളുകളുണ്ട്, അതിജീവിച്ച മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം ചേർത്ത് പിടിക്കണം. നഷ്ടം വന്ന കുടുംബങ്ങളുടെ ബന്ധുക്കളെ സഹായിക്കണം, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അതിനെല്ലാം തന്നെ ആവശ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വേണം. സംസ്ഥാന
സംസ്ഥാനത്തിന് ഒക്കുന്ന തുകയല്ല വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന്, വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് അതിന് വലിയ രീതിയിലുള്ള തുക ആവശ്യമുണ്ട്. ആ തുക എത്ര എന്നുള്ള പ്രഖ്യാപനം, അതിന് വയനാടിന് വേണ്ടി നൽകുന്ന പാക്കേജ് എന്ത് എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന് കാതോർക്കുന്നു ഏവരും. ആ ഒരു പ്രഖ്യാപനം വൈകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അവലോകന യോഗം ഇപ്പോഴും തുടരുന്നു. വിശദമായ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി കാര്യങ്ങൾ കേൾക്കുന്നു. അത് നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകും. ആ കാര്യങ്ങൾ ഉൾപ്പെടെ അതിലെല്ലാം തന്നെ ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രഖ്യാപനം, ഈ സംസ്ഥാനത്തെ മുറുകെ പിടിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ് വേണു. അത്രമാത്രം മഹാദുരന്തത്തിന് വിധേയമായ, മുറിവായി മാറിയ ഈ ഒരു ദുരന്തം പ്രധാനമായും മേപ്പാടി പഞ്ചായത്തിൻ്റെ 3 വാർഡുകളെ ബാധിച്ച ഒരു മഹാദുരന്തം, ഇത്രമാത്രം ജീവഹാനി സംഭവിച്ച ഒരു മഹാദുരന്തം, നിരവധി വീടുകളും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകർത്ത് എറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം. ആ ദുരന്തത്തിൽ എന്താണ് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്? അതിൽ കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള സാമ്പത്തിക പിന്തുണ നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ആ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള നയപരമായ സമീപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വേണു.